നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, പൈച്ചാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പൈച്ചാം ഒന്ന് ഓപ്പൺ ചെയ്യുക. പൈച്ചാം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ സെക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഓക്കെ, ജെറ്റ് ബ്രെയിൻസ് നടിക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ പൈച്ചാം ഓപ്പൺ ആയി ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജാങ്കോ കാണാൻ പറ്റും. അപ്പോൾ ജാങ്കോ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്യണം, അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പൈത്തണിൽ എങ്ങനെയാണ് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത പൈത്തണിൽ എങ്ങനെയാണ് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതും ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതും ഒന്ന് നോക്കുക. അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആ ഒരു പൈത്തൺ നമ്മൾ എടുക്കുക. ഓക്കെ, എൻ്റെ ഒരു പൈത്തൺ ഇതാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു പൈത്തൺ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്താൽ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾഡ്, ഇപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനൊരു എറർ മെസ്സേജ് വരും, ജാങ്കോ ഇൻസ്റ്റാൾഡ് അല്ല എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ വരത്തില്ല. ഓക്കെ, ഇനി ഫസ്റ്റ് എന്ത് ചെയ്യുക, അൺടൈറ്റിൽഡ് മാറ്റിയിട്ട് നമുക്ക് പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കാം. ഞാനിവിടെ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്, ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രോ പോലെയാണ് എടുക്കുന്നത്. നമുക്ക് ഏതൊരു വെബ്സൈറ്റിനും ഈ ഒരു സ്റ്റെപ്പാണ് ആദ്യം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇ-കോം എന്നൊരു പേര് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഓക്കെ, നമുക്ക് പ്രൊജക്റ്റ് നെയിം ഷുഡ് കണ്ടെയ്ൻ ലെറ്റേഴ്സ്, നമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ, അണ്ടർസ്കോറോ യൂസ് ചെയ്യാം. തൽക്കാലം ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഡയറക്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് ഓൾറെഡി ആ ഒരു പേരിലൊരു പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു പേര് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഓൾറെഡി ഉള്ള പ്രൊജക്റ്റ് നെയിം കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ആപ്ലിക്കേഷൻ്റെ നെയിം അതും കൂടെ കൊടുത്തിടുക. ഇത് രണ്ടും മസ്റ്റാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ നെയിം മൈ ആപ്പ് തന്നെ കൊടുത്തിടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ഇൻ കറണ്ട് വിൻഡോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ബേസിക് ഇപ്പോൾ ആദ്യം ഒരു ഫയൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഫയൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഫോൾഡർ ഉണ്ടാവും, അത് രണ്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ്. ഒന്ന് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ, ഇ-കോം എന്നുള്ളത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറാണ്, മൈ ആപ്പ് എന്നുള്ളത് നമ്മുടെ ആപ്പിൻ്റെ ഫോൾഡറാണ്. ഒരു ജാങ്കോ പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ബേസിക്കലി 2 ഫോൾഡേഴ്സാണ് ഉണ്ടാവുക, പ്രൊജക്റ്റ് ഫോൾഡർ, ആപ്പ് ഫോൾഡർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു എങ്ങനെയാണ് നമ്മുടെ ഒരു ആർക്കിടെക്ചർ വരിക, എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റ് മൊത്തത്തിൽ പോകുക എന്നുള്ളതെന്ന് പറയാം. നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരു MBT ആർക്കിടെക്ചറാണ്. MBT എന്ന് പറയുമ്പോൾ മോഡൽ, വ്യൂ, ടെംപ്ലേറ്റ്സ്. ആ 3 ഫയൽ നമുക്കിവിടെ കാണാൻ പറ്റും. 3 ഫയൽസ് അല്ല, 2 ഫയൽസും ഒരു ഫോൾഡറുമാണ് വരിക. ഇതാണ് models.py എന്ന് പറഞ്ഞ ഫയൽ, ഇതാണ് views.py എന്ന് പറഞ്ഞ ഫയൽ, ഇതാണ് ടെംപ്ലേറ്റ്സ് എന്നുള്ള ആ ഒരു ഫോൾഡർ. അപ്പോൾ ടെംപ്ലേറ്റ്സിലായിരിക്കും നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഒരു HTML പേജസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് കാണുന്ന ആ ഒരു വെബ്സൈറ്റിൽ കാണുന്ന സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക, ഈ ടെംപ്ലേറ്റ്സിലാണ് ഉണ്ടാക്കുക. അതാണ് MBTയിലെ T എന്ന് പറയുക. പിന്നെ views.py എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് അതിനെ ആക്സസ് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജ് ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ആ ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് മെത്തേഡുകളാണ്. ഗെറ്റ്, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മെത്തേഡുകളാണ്. അപ്പോൾ ആ മെത്തേഡൊക്കെ എഴുതി കൊടുക്കുന്നതാണ് views.py എന്ന് പറഞ്ഞാൽ ഈ ഫയൽ. പിന്നെ അടുത്തതാണ് models.py. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റും ക്രിയേറ്റ് ചെയ്തു, കണക്ട് ചെയ്യാനുള്ള മെത്തേഡും ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഡാറ്റാബേസിൽ എന്തുണ്ടാക്കണം, ടേബിളുകൾ ഉണ്ടാക്കണം അല്ലേ. ഡാറ്റാബേസിൽ ഓരോ ഡാറ്റയ്ക്ക് ആണെങ്കിൽ, ഇപ്പോൾ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ സ്റ്റോർ ചെയ്യണം, കസ്റ്റമർ ടേബിൾ. അതുപോലെ ലോഗിൻ ആണെങ്കിൽ ലോഗിൻ ടേബിൾ. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ കംപ്ലയിൻ്റ് ടേബിൾ. അപ്പോൾ ഓരോ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഒരു കുറേ ടേബിൾസിൻ്റെ കളക്ഷനാണ്. MySQL ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ MySQL എന്താണ്, ഓരോ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് ടേബിൾസ് ആണ് വരിക.
ആ ഒരു ടേബിൾസ് എന്താണ് നമ്മളിവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഡാറ്റാബേസ് സ്ട്രക്ചറിങ് ആണ് ഈ models.py വരിക. അതുപോലെ തന്നെ views.py നമ്മൾ ആ ഡാറ്റാബേസും നമ്മുടെ ടെംപ്ലേറ്റും കണക്ട് ചെയ്യാനുള്ള മെത്തേഡും ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കാനും ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് നമ്മളിവിടെ കൊടുക്കുക. ടെംപ്ലേറ്റ്സിൽ എന്ന് പറയുന്നത് നമ്മുടെ കാണുന്ന HTML പേജസ്. അപ്പോൾ HTML പേജിൽ അടിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, വ്യൂസിൽ ആ കണക്ഷനൊക്കെ കൊടുത്തിട്ടായിരിക്കും ഡാറ്റാബേസിലേക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ആർക്കിടെക്ചേഴ്സ്. ഇനി അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന സാധനം, പിന്നെ നമ്മുടെ ഒരു മെയിനായിട്ടൊരു ഫയലാണ് settings.py എന്ന് പറഞ്ഞൊരു ഫയൽ. ഇതിൻ്റെ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് settings.py ഒന്ന് കയറി നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് എന്താണ് ഈ ഒരു ഫയലിൽ കാണുന്ന നമ്മുടെ ഇൻസ്റ്റാൾഡ് ആപ്പുകളാണ്. നമ്മൾ മൈ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന മൈ ആപ്പ് കോൺഫിഗർ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ അത് ഇവിടെ കുറച്ച് മിഡിൽ വെയർ കാര്യങ്ങൾ സെക്യൂരിറ്റി പർപ്പസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ്. ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് നമ്മുടെ ഈ ടെംപ്ലേറ്റിൻ്റെ പാത്താണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ടെംപ്ലേറ്റ്സ് എന്നുള്ള പേര് കാണാം, അത് ഇവിടെയുള്ള പേരാണ്. പിന്നെ അതുപോലെ ഇവിടെ ഒരു OSൻ്റെ അവിടെ എറർ കാണുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇമ്പോർട്ട് OS കൊടുക്കുക. ജസ്റ്റ് ഈ റെഡ് ബൾബിലൊന്ന് ടാപ്പ് ചെയ്യുക, OS എന്നുള്ളതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് OS എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്താലും മതി. ഓക്കെ, അതൊന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ടെംപ്ലേറ്റ് എന്നുള്ള അങ്ങനെ ഒരു നമ്മുടെ പ്രൊജക്റ്റിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ അത് HTML പേജസ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുമ്പോൾ ഡാറ്റാബേസ് കോൺഫിഗറേഷൻ. ഞാൻ പറഞ്ഞ ഡാറ്റാബേസിൻ്റെ കണക്ഷനും കാര്യങ്ങളും, ഡാറ്റാബേസ് നമ്മൾ പുറത്തൊരു SQL log എന്ന് പറഞ്ഞൊരു സൈറ്റിലായിരിക്കും നമ്മൾ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഡാറ്റാബേസിൻ്റെ നെയിമും കാര്യങ്ങളും MySQL ആണെന്നുള്ളതും എൻജിൻ നമ്മുടെ ഇപ്പോൾ SQLite 3 ആണ് കിടക്കുന്നത്, അത് ഡിഫാൾട്ട് എൻജിനാണ്, നമ്മൾ MySQLിലേക്ക് മാറ്റും. ആ ഒരു കോൺഫിഗറേഷനും കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ബിൽഡിൻ മോഡ്യൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ വാലിഡേഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വരുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്നൊരു ഫോൾഡർ ഡിഫോൾട്ടായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറ്റിക് ഫോൾഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ CSSസും കാര്യങ്ങളൊക്കെ കൊണ്ടിടാം. ടെംപ്ലേറ്റ്സിലെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് settings.py വരിക. അപ്പോൾ ഇമ്പോർട്ട് OS എല്ലാവരും ഒന്ന് കൊടുത്തിടുക, അത് മറക്കണ്ട. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അപ്പോൾ ടെംപ്ലേറ്റ്സിൽ നമ്മൾ OS കൊടുത്തിട്ടുണ്ട്, settings.py OS കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ടെംപ്ലേറ്റിന് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ എടുക്കുക, HTML പേജസ് ആണ് അവിടെ വരിക. അപ്പോൾ HTML പേജ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് നമുക്കൊരു ലോഗിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലോഗിന് ഞാൻ പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു ലോഗിൻ ഫോം ചെറുതായിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഫോം ടേബിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കാണുമ്പോൾ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിളിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരു ലോഗിൻ പേജിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു യൂസർ നെയിം ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും, ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അത് മൂന്നൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് എൻ്റർ കൊടുത്തിട്ട് ഒന്ന് സ്ട്രക്ചറൈസ് ചെയ്യും. അപ്പോൾ 2 TD വരും. ഒന്നിൽ നിന്ന് ഞാൻ എന്തെന്ന് കൊടുത്തു, എന്താണ് ലേബൽ എന്നുള്ളത് കൊടുത്തു, യൂസർ നെയിം. പിന്നെ അതുപോലെ തന്നെ അത് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫീൽഡ് കൊടുത്തു, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റാണ് വരിക. ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു നെയിമും കൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിടുക, യൂസർ നെയിമാണ്. ഓക്കെ, എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, കൺട്രോൾ T അടിച്ചാൽ മതി. പാസ്വേഡും കൂടെ കൊടുക്കുക. ഇവിടെ എന്തെന്ന് കൊടുക്കുക, പാസ്വേഡിൻ്റെ ടൈപ്പ് പാസ്വേഡാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ പാസ്വേഡ് എന്ന് കൊടുക്കുക. ഡോട്ടഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് പാസ്വേഡ് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബട്ടൺ വരണം. ബട്ടൺ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു TD കൊടുക്കുക, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൊടുക്കുക.
പിന്നെ ലോഗിൻ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാല്യൂവിൽ ലോഗിൻ അടിച്ചു കൊടുക്കുക. പിന്നെ ഇത് നമുക്കൊരു സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് അലൈൻ സെൻറ്റർ കൊടുക്കുക. അതുപോലെ തന്നെ 2 കോളം ഉണ്ടാവും മെയിനായിട്ട്. അപ്പോൾ ഒരു 2 കോളം കൂടെ മെർജാക്കി വരാൻ വേണ്ടിയിട്ട് ഒരു കോളം സ്പാനും കൂടെ കൊടുത്തിട്ടാണ്. ഓക്കെ, ഈ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ആക്കാം. അപ്പോൾ നമ്മളൊരു ടെംപ്ലേറ്റിലൊരു ടി ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ പേജ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെത്തേഡ് നമുക്ക് ഉണ്ടാക്കണം, ഗെറ്റ് മെത്തേഡ് ഉണ്ടാക്കണം. ഒരു പേജ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഗെറ്റ് മെത്തേഡ് ഉണ്ടാക്കണം. മെത്തേഡ് എവിടെ ഉണ്ടാക്കുക? views.py-ലാണ് ഉണ്ടാക്കുക. അതാണ് ബിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മെത്തേഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ്. നമ്മൾ പൈത്തണിൽ പഠിച്ചിട്ടുണ്ട്, പൈത്തണിൻ്റെ സെക്ഷൻ ചെയ്തിട്ടുണ്ടാവും, അതൊന്ന് നോക്കുക. ലോഗിൻ ആയതുകൊണ്ട് നമുക്ക് ലോഗിൻ ഗെറ്റ് എന്നൊരു പേര് കൊടുക്കാം. പേര് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യുന്ന പേര് കൊടുത്താൽ, അണ്ടർസ്റ്റാൻഡ് ആവുന്ന പേര് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. റിട്ടേൺ എന്താണെന്നുള്ളത് അറിയാം. നമുക്കൊരു വാല്യൂ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക. റിട്ടേണിൽ എന്താണോ എഴുതി കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് കിട്ടുക. റിട്ടേണിൽ നമുക്ക് എന്താ വേണ്ടത്? ഈ ഫംഗ്ഷൻ വരുന്ന ടൈമിൽ എനിക്ക് ആ പേജ് ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. പേജ് ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് റെൻഡർ എന്നുള്ളത്. റെൻഡറിൽ എന്ത് കൊടുക്കുക? നമ്മൾ റിക്വസ്റ്റ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഒരു പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നു. ആ പാരാമീറ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേജ് ലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് login.html. ഓക്കെ, ഇവിടെ ജസ്റ്റ് സിംഗിൾ കോഡിൽ എന്ത് കൊടുക്കുക? നമ്മുടെ ഈ ടെംപ്ലേറ്റിൽ കിടക്കുന്ന ആ login.html എന്നുള്ള നമ്മുടെ പേജിൻ്റെ പേര് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് സജഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഗെറ്റ് മെത്തേഡ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമ്മളൊരു സാധാരണ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി എങ്ങനെ ആക്സസ് ചെയ്യുക? ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് കൊടുക്കാനാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല ഇവിടെ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യണം? ഓരോ പേജിനും URLs ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഓരോ പേജിനും നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ, ഓരോ പേജ് എടുക്കുകയാണെങ്കിൽ ഓരോ പേജിന് എന്തുണ്ടാവും? ഓരോ URLs ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? URL ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടെ ഒരു urls.py എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ കാണാം. ഇകോം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് ഫോൾഡർ കാണാം. ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആപ്പ് ഫോൾഡറിൽ കൊണ്ടുപോയിടുക. ഓക്കെ, ജസ്റ്റ് ഓക്കെ ഒന്ന് കോപ്പി ചെയ്യുക. Ctrl+C, ജസ്റ്റ് ഇവിടെ വന്നിട്ട് Ctrl+V അടിക്കുക. ഓക്കെ, ഇപ്പോൾ 2 ഫോൾഡേഴ്സിലും ഇനി ഇകോമിലൊരു urls.py ഉണ്ട്, മൈ ആപ്പിലൊരു urls.py ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗെറ്റ് മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് URL ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യാനുണ്ടാവും അല്ലേ, urls.py എന്ന് പറഞ്ഞ ഫയൽ. ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ ആപ്പിൽ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത urls.py എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു urls.py-യിൽ കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇകോമിൽ വരിക, ഇകോമിൽ urls.py-യിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ 3 ഡോട്ട് കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു URL എന്ന് പറയാം. ഇത് ജാങ്കോ ഡിഫാൾട്ട് അഡ്മിനാണ്. ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇതും നമ്മൾ പറയുന്നുണ്ട്. ഇതിലാണ് നമുക്ക് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് ഒരു കമൻറ്റ് ചെയ്ത സെക്ഷൻ കാണാം. പാത്ത് ബ്ലോഗ് ഇൻക്ലൂഡ് block.urls. ഈ ഒരു സാധനം കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയിടുക. ഇതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മുടെ ആപ്പിലൊരു URLs ഉണ്ട് എന്നുള്ളത് പ്രൊജക്റ്റിന് മെൻഷൻ ചെയ്യുന്ന കോഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആപ്പിൻ്റെ പേര് കൊടുക്കണം. ഇവിടെ ബ്ലോഗ് എന്നല്ല, നമ്മുടെ ആപ്പിൻ്റെ പേര് എന്താ? മൈ ആപ്പ് എന്നാണ് നമ്മുടെ ആപ്പിൻ്റെ പേര്. അപ്പോൾ മൈ ആപ്പ് .urls എന്ന് കൊടുക്കുക. ഇവിടെ നമുക്കൊരു URL കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ പ്രൊജക്റ്റും ആപ്പും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു URL. അപ്പോൾ നമുക്ക് URL എന്തെന്ന് കൊടുക്കാം? മൈ ആപ്പ് എന്ന് തന്നെ ഞാൻ കൊടുത്തിടുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ഇൻക്ലൂഡ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഈ റെഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ദിസ് നെയിമിൽ വരിക. ജാങ്കോ urls.include എന്നുള്ള ഈ ഒരു സാധനം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ആപ്പിലുള്ള URLs, ആപ്പിൽ ഇങ്ങനെ ഒരു URLs ഉണ്ട് എന്നുള്ളത് പ്രൊജക്റ്റിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? URLs ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഗെറ്റ് മെത്തേഡ് ഉണ്ടാക്കി, അതിനൊരു URL ഉണ്ടാക്കി, ഗെറ്റ് മെത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൊജക്റ്റിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? നമ്മൾ ആപ്പിൽ ഇങ്ങനെ ഒരു URL ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ക്രിയേറ്റ് ചെയ്യണം? നമ്മൾ ആപ്പിൽ എന്ത് ചെയ്യണം? ഈ ഗെറ്റ് മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു URL ക്രിയേറ്റ് ചെയ്യണം.
ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഈ പേര് തന്നെ ഒന്ന് കോപ്പി ചെയ്തു, ലോഗിൻ ഗെറ്റ് എന്നുള്ളത് കോപ്പി ചെയ്തു. എന്നിട്ട് URLs.pvൽ വന്നു. നമ്മുടെ സെയിം എക്സാക്റ്റ് എങ്ങനെയാണ് പ്രൊജക്റ്റിലുള്ള URLs ഇതിലുണ്ടായിരുന്ന സാധനം തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിലുള്ള എല്ലാ സാധനവും നമുക്കൊന്ന് വേണ്ടാത്ത സാധനങ്ങളൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് കളയാം. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, URL ഞാൻ കൊടുക്കുകയാണ്. ആ കോപ്പി ചെയ്ത ലോഗിൻ ഗെറ്റ് തന്നെ ഞാൻ കൊടുത്തു. പിന്നെ നമ്മൾ എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, വ്യൂസിലുള്ള മെത്തേഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഇവിടെ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യാനുണ്ടാവും, ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ആപ്പിലുള്ള വ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഡോട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് കാണാൻ പറ്റും, നമ്മുടെ ലോഗിൻ ഗെറ്റ് എന്നുള്ള ആ മെത്തേഡ് കാണാൻ പറ്റും. മൈ ആപ്പിൽ വ്യൂസിൽ എന്തുണ്ട്, നമ്മുടെ ആ ക്രിയേറ്റ് ചെയ്ത മെത്തേഡ് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കോൾ ചെയ്യുന്നത് ഒരു URL ആണെന്നുള്ള അർത്ഥമാണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഈ ബ്രാക്കറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ബ്രാക്കറ്റ് മാത്രം ഒന്ന് ഒഴിവാക്കി കൊടുക്കുക, ഇങ്ങനെ ഇടുക. ഇനി കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വ്യൂസിലുള്ള ലോഗിൻ ഗെറ്റിൽ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഗെറ്റ് മെത്തേഡിലോട്ട് പോകും. തിരിച്ചും ക്ലിക്ക് ചെയ്താൽ എന്തിലേക്ക് പോകും, നമ്മുടെ URLസിലേക്ക് പോകും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു URL ഉണ്ടായി, ഫങ്ഷൻ കോളായി എന്നുള്ളത് മനസ്സിലായി. ഇനി വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് വ്യൂസിൽ ആദ്യം ഒരു ടെംപ്ലേറ്റിൽ ഒരു HTML പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. register.html ആണെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലെ ഒരു മെത്തേഡ് താഴെ ഇവിടെ ഡെഫ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ HTML പേജിൻ്റെ പേരും ഫങ്ഷൻ്റെ പേരും മാറ്റി കൊടുക്കും. ഫങ്ഷൻ്റെ പേര് ഒരിക്കലും റിപ്പീറ്റ് വരില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, URLസിലൊരു URL ഇങ്ങനെ ഇവിടെ താഴെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. URLും ഒരിക്കലും റിപ്പീറ്റ് വരില്ല, കാരണം ഓരോ പേജിനും ഓരോ URLs ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ആ കൊടുത്ത മെത്തേഡിൻ്റെ പേരും കൂടെ കൊടുക്കുക. അങ്ങനെയുള്ളതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗെറ്റ് മെത്തേഡായി അതിനെ ആക്സസ് ചെയ്യാനുള്ള URL ആണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് സിംഗിൾ പേജിലൊന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. എഡിറ്റ് കോൺഫിഗറേഷനിൽ പോവുക, സിംഗിൾ ഇൻസ്റ്റൻസ് ഓൺലി എന്ന് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ജസ്റ്റ് ഓരോന്ന് ഇങ്ങനെ ലോഡ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് തരാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് റൺ ചെയ്യുക. ഓക്കെ, റൺ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു URL കാണുന്നുണ്ടാവും. ആ URL ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്രോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ 2 URLs കാണുന്നുണ്ടാവും അല്ലേ. ഇവിടെ അഡ്മിൻ ഉണ്ട്, ഇവിടെ ഒരു മൈ ആപ്പ് ഉണ്ട്. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എവിടെയാണ്, നമ്മുടെ പ്രൊജക്റ്റിൽ വരുമ്പോൾ. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റിൽ വരികയാണെങ്കിൽ പ്രൊജക്റ്റിലെ URLസിൽ എന്തുണ്ട്, ഇവിടെ കണ്ടോ, അഡ്മിൻ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് 2 URL ഉണ്ടോ, അതാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മൈ ആപ്പിലുള്ള നമ്മുടെ ആ ലോഗിൻ പേജാണ് കാണേണ്ടത്. അപ്പോൾ സ്ലാഷ് എന്തെന്ന് കൊടുക്കുക, മൈ ആപ്പ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, ഈ മൈ ആപ്പ് കൊടുത്തു കഴിഞ്ഞു. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടാപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക, സ്ലാഷ് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ഈ മൈ ആപ്പിൽ വരുമ്പോൾ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആപ്ലിക്കേഷൻ്റെ അകത്ത് വ്യൂസിൻ്റെ തൊട്ട് മേലുള്ള URLs.py, അതായത് മൈ ആപ്പിൽ കിടക്കുന്ന URLs.pyൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു URLും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, നമ്മുടെ പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒന്ന് കോപ്പി ചെയ്യുക, എവിടെ കൊണ്ടേ കൊടുക്കുക, ഈ മൈ ആപ്പ് കഴിഞ്ഞിട്ട് സ്ലാഷിൽ ഇവിടെ കൊണ്ടേ കൊടുക്കുക. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ സ്ലാഷ് ഇടാം, സ്ലാഷ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് എൻ്റർ അടിച്ച് നോക്കുക, നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജ് കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊരു ലോഗിൻ പേജിലൊരു ബോർഡർ ഇട്ട് നോക്കാം, കാണാൻ വേണ്ടിയിട്ട്. ആ ടേബിൾ സ്ട്രക്ചർ കറക്റ്റായിട്ട് ബോർഡറിൽ ഒരു 2 ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ബോർഡറുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അതാണ് എന്ത്, ഒരു ഗെറ്റ് മെത്തേഡ്. ഇവിടെ കണ്ടോ, മൈ ആപ്പ് ലോഗിൻ ഗെറ്റ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലെ ഏതൊരു പേജ് വരികയാണെങ്കിലും ഫസ്റ്റ് URL എന്തായിരിക്കും, ഈ മൈ ആപ്പ് ആയിരിക്കും. ഇതിന് മാത്രമേ ഈ ലോഗിൻ ഗെറ്റ് എന്നുള്ള ഈ ഒരു URL മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ ഗെറ്റ്, അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഗെറ്റ് മെത്തേഡ് വരിക. ഓക്കെ, അപ്പോൾ ഗെറ്റ് എന്താണെന്നുള്ളത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് എന്താണ്, നമ്മുടെ ഡാറ്റാബേസിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസിൻ്റെ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡാറ്റാബേസിന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, SQL കമ്മ്യൂണിറ്റി സെർവർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ SQL യോഗ എന്ന് പറഞ്ഞ 2 സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വിൻഡോ കീയിൽ പ്രസ് ചെയ്യുക.
ജസ്റ്റ് SQL യോഗ എന്ന് പറഞ്ഞിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. കമ്മ്യൂണിറ്റി സെർവർ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതിയായിരിക്കും. അതായത് നമ്മുടെ MySQL എന്ന് പറഞ്ഞ ആ സെർവറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഡാറ്റാബേസിൽ വരിക, ക്രിയേറ്റ് ഡാറ്റാബേസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് SQL query അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ query അടിച്ചു കൊടുക്കാം. എന്താണ് ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസിൻ്റെ പേര്. ഇവിടെ എന്താ കൊടുക്കുക, ഒരു പേര് കൊടുക്കുക. ഇകോം ആയതുകൊണ്ട് ecom_db എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണുന്നുണ്ടോ, ഈ ടേബിൾസ് ആണ് നമ്മൾ എവിടെ ക്രിയേറ്റ് ചെയ്യുക, models.pyയിൽ ക്രിയേറ്റ് ചെയ്യുക, ഡാറ്റാബേസിലുള്ള ടേബിൾസ്. ഓക്കെ, അപ്പോൾ ecom_db എന്നുള്ള ഈ ഒരു പേര് നമുക്ക് എവിടെ കൊടുക്കണം, നമ്മുടെ പ്രൊജക്റ്റിൽ കൊടുക്കണം. അപ്പോൾ ecom_db എന്നുള്ള ഈ പേര് എവിടെ കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ കോൺഫിഗറേഷൻ ഫയലായ settings.py പ്രൊജക്റ്റിൽ settings.pyയിൽ വരികയാണെങ്കിൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, SQLite 3 മാറ്റിയിട്ട് MySQL എന്നുള്ളത് കൊടുക്കുക. എൻജിൻ നമ്മൾ MySQL ആക്കി കൊടുത്തു. ഡാറ്റാബേസിൻ്റെ പേര് എന്താണെന്ന് കൊടുക്കുക. ഡാറ്റാബേസിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ കൊടുത്ത പേര് കൊടുക്കുക. പിന്നെ Ctrl+D ഒന്ന് അടിച്ചു നോക്കുക. എന്നിട്ട് ഇവിടെ ഒരു സാധനം കൂടെ കൊടുക്കാനുണ്ടാവും, യൂസർ റൂട്ട്. നമ്മുടെ ആ ഡാറ്റാബേസിൻ്റെ ആ പാത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഒരു സാധനം കൂടെ കൊടുക്കാനുണ്ടാവും, പാസ്വേഡ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഇൻസ്റ്റാൾ ആക്കുന്ന സമയത്ത് ഒരു പാസ്വേഡ് കൊടുക്കുന്നുണ്ടാവും. ആ പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എൻ്റെ പാസ്വേഡ് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. പാസ്വേഡ് തെറ്റാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓക്കെ. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഈ ഡാറ്റാബേസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടായി മൈഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കണം, ഒരു അഡ്മിനെ ഉണ്ടാക്കണം. അതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ടെർമിനൽ ചൂസ് ചെയ്യുക. ഇവിടെ ടെർമിനൽ കാണും, ഒന്നെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെർമിനലിൽ അടിച്ചിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ പ്രൊജക്റ്റിലുള്ള ആ ഒരു പാത്തിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ എന്ത് ചെയ്യാം, പൈത്തൺ സ്പേസ് manage.py make migrations അടിച്ചു കൊടുക്കുക. നമ്മുടെ ഡാറ്റാബേസിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നോ ചേഞ്ചസ് ടു അപ്ഡേറ്റ്. കാരണം നമ്മൾ ടേബിളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകും. അതായത് നിങ്ങൾ /myAppൻ്റെ കൂടെ ഒരു /admin കൂടെ കണ്ടായിരുന്നു. ആ അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക്. അപ്പോൾ മൈഗ്രേറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഓത്ത് ടേബിൾസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാൻ, ഈ ഒരു സാധനത്തിൽ റിഫ്രഷ് ചെയ്താൽ ടേബിൾസിൽ കുറച്ച് ഡിഫാൾട്ടായിട്ടുള്ള ജാങ്കോ ടേബിൾസ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഓത്ത് യൂസറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ലോഗിനായിട്ട് ഇവിടെ വരുന്ന ഈ ഓത്ത് യൂസർ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കേസിൽ 2 ഡാറ്റ എന്ത് ചെയ്യും, യൂസർ നെയിമും പാസ്വേഡും എങ്ങോട്ട് പോകും, രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇമെയിലായിരിക്കും യൂസർ നെയിമായിട്ട് യൂസ് ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുന്ന പാസ്വേഡായിട്ട് പോകും. അതൊക്കെ കയറുന്നത് ഈ ഒരു ടേബിളിലേക്കായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. ഈ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് പൈത്തൺ, അതായത് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. പൈത്തൺ സ്പേസ് manage create സൂപ്പർ യൂസർ. അതായത് ജസ്റ്റ് സ്മോൾ ലെറ്ററിൽ ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് അടിക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ടൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് അഡ്മിൻ അടിച്ചു കൊടുക്കുകയാണ്, അഡ്മിൻ, എൻ്റർ കൊടുത്തു. ഇനി ഇമെയിൽ അടിക്കാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, admin@gmail.com അങ്ങനെ അടിച്ചു കൊടുത്തു. ഓക്കെ, എൻ്റർ കൊടുത്തു. ഇനി അവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുകയാണ്. പാസ്വേഡ് ഞാൻ ജസ്റ്റ് എന്തെന്ന് കൊടുത്തു, അഡ്മിൻ തന്നെ കൊടുത്തു, എൻ്റർ കൊടുത്തു.
പാസ്വേഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല, റീ എൻട്രി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അഡ്മിൻ ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടിച്ചത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ഇങ്ങനൊരു ഓപ്ഷൻ വരും, വാലിഡേഷൻ ക്രിയേറ്റ് യൂസർ എനിവേ. അതായത് നമുക്ക് കുറച്ചും കൂടി ലെങ്ത് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുഴപ്പമില്ല. ഇങ്ങനെ എസ് എന്ന് പറഞ്ഞ് വന്നാൽ ഒന്ന് ജസ്റ്റ് വൈ കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സൂപ്പർ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമുക്കൊരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ആക്സസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രൊജക്റ്റിലുള്ള ഈ അഡ്മിൻ എന്നുള്ള ആ ഒരു ഡിഫാൾട്ട് ഡാഷ്ബോർഡ്, അതായത് അഡ്മിനെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഡാഷ്ബോർഡാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്യുക. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ആൻഡ് റീറണ്ണും കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു കമാൻഡ് യൂസ് ചെയ്യാം, പൈത്തൺ സ്പേസ് മാനേജ് .py റൺ സെർവർ. ഇങ്ങനെ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, URL ഒന്ന് ടാപ്പ് ചെയ്യുക. നമ്മൾ ഓൾറെഡി എടുത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കളയാം. ഇവിടെ സ്ലാഷ് കണ്ടോ, അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ തന്നെ സ്ലാഷ് അഡ്മിൻ ഉണ്ട്. ഇവിടെ കൊടുക്കുമ്പോൾ മയ്യാപ്പൊന്നും കൊടുക്കില്ല, ജസ്റ്റ് ഡയറക്റ്റ് സ്ലാഷ് അഡ്മിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. യൂസർ നെയിം അഡ്മിൻ ആയിരുന്നു, പാസ്വേഡ് എന്തായിരുന്നു, അഡ്മിൻ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ജാങ്കോയുടെ അഡ്മിനിസ്ട്രേഷൻ ബോർഡ് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു യൂസർ നെയിം സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രൂപ്പ്സ് ഉണ്ടാവും, യൂസേഴ്സ് ഉണ്ടാവും. യൂസറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓത്ത് യൂസർ. അപ്പോൾ ഇവിടെ ഒരു യൂസറിനെ കാണാൻ പറ്റും, അഡ്മിൻ. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത admin@gmail.com എന്ന് പറഞ്ഞിട്ട് ഒരു യൂസർ ഉണ്ടാവും, ക്രിയേറ്റ് സൂപ്പർ യൂസർ ഉണ്ടാവും. അതുപോലെ നമ്മൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ലോഗിൻ ഡാറ്റാസും ഇവിടെ വന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമുക്കിനി നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്റ്റ് എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, മെയിനായിട്ട് കുറച്ച് മോഡ്യൂൾസ് ഉണ്ടാവും. മെയിനായിട്ട് അഡ്മിൻ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, യൂസർ ഉണ്ടാവും അല്ലേ. അഡ്മിൻ ഉണ്ടാവും, യൂസർ ഉണ്ടാവും, ഷോപ്പ് ഉണ്ടാവും. അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ്സിൽ വരിക. ഗ്രൂപ്പ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ആഡിലൊന്ന് ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ഈ ആഡിൽ ടാപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് എന്ത് കൊടുക്കുക, അഡ്മിൻ ഒന്ന് കൊടുത്തിടുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആയിട്ടൊന്ന് കൊടുത്തിടുക, സേവ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒന്നും കൂടെ വരെ ആഡ് ചെയ്യുക, കസ്റ്റമർ എന്ന് ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമർ എന്ന് ക്രിയേറ്റ് ചെയ്യുക, സേവ് കൊടുക്കുക. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യുക, ഷോപ്പും കൂടെ ഉണ്ടാവും. ജസ്റ്റ് ഷോപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അഡ്മിൻ, കസ്റ്റമർ, ഷോപ്പ് എന്നുള്ള 3 മെയിനായിട്ടുള്ള നമ്മുടെ മോഡ്യൂൾസ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കൊടുത്തിടുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സാധനം ഒന്ന് മിനിമൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, മോഡൽസിലേക്ക് വരികയാണ്. ഇപ്പോൾ പ്രൊജക്റ്റിൽ വരിക, ജസ്റ്റ് മോഡൽസിലേക്ക് വരിക. നമ്മുടെ ടേബിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് എന്ന് കൊടുക്കുക. ക്ലാസ്സിൻ്റെ പേര് എന്തെന്ന് കൊടുക്കുക, നമ്മളവിടെ കൊടുത്ത കസ്റ്റമർ എന്നുള്ളത് കൊടുക്കുക. അഡ്മിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, കസ്റ്റമർ കൊടുക്കുക. മോഡൽസ് ഡോട്ട് മോഡൽ ഇങ്ങനെ കൊടുത്തിടുക, ഈ കോളം കൊടുക്കുക. ഈ കസ്റ്റമറിന് എന്തൊക്കെ ഫീൽഡുകൾ ഉണ്ടാവും, ജസ്റ്റ് നമുക്കിപ്പോൾ നെയിമും ഇമെയിലും മാത്രം കൊടുത്തിടാം. കുറേ ഫീൽഡുകൾ ഉണ്ടാവും, ഇമെയിൽ, ഫോൺ നമ്പർ, ഫോട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ 2 ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. മാക്സ് ലെങ്ത്ത്, ഒരു ലെങ്ത്ത് കൊടുക്കുക, എത്ര ക്യാരക്ടേഴ്സ് വരെ കയറാം എന്നുള്ളതാണ് കൊടുക്കുക. നെയിമും കൊടുത്തു, നമുക്ക് ഇമെയിൽ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കുറേ എണ്ണം ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ ഷോപ്പിന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഷോപ്പ് നമ്മൾ എങ്ങനെയാണോ അവിടെ കൊടുത്തത് അതേ പേര് തന്നെ ജസ്റ്റ് ഒന്ന് കൊടുത്തിടുക. ഇവിടെ താഴെ വേറൊരു ക്ലാസ് ആണ്, അപ്പോൾ ഷോപ്പിന് വരിക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ അടിച്ച ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഷോപ്പ് എന്ന് കൊടുക്കുക. ഷോപ്പിന് എന്തോന്ന് കൊടുത്തു, നെയിമും ഇമെയിലിന് കൊടുത്തു. ഇനി ഈ ഒരു സാധനം നമുക്ക് എവിടെ കാണണം, ഇവിടെ കാണണം, നമ്മുടെ മോഡൽസിൽ കയറണം, ഈ ടേബിൾസിൽ കയറണം. നമ്മൾ മൈ ആപ്പിൽ മോഡൽ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് ഒന്നുകൂടെ അടിക്കണം. എന്ത് ചെയ്യുക, മൈഗ്രേറ്റ് പൈത്തൺ സ്പേസ് manage.py മേക്ക് മൈഗ്രേഷൻ എന്ന് നമ്മുടെ ടെർമിനൽ എടുത്തിട്ട് ഒന്നുകൂടെ അടിക്കുക. ജസ്റ്റ് നിങ്ങൾ നേരത്തെ പോലെ സെർച്ച് ചെയ്തിട്ട് എടുത്താലും മതി, അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് പോലെ എടുത്താലും മതി. മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ക്രിയേറ്റഡ് മോഡൽ. നമ്മൾ കസ്റ്റമായിട്ട് കസ്റ്റമറിന് ഒരു മോഡൽ ഉണ്ടാക്കി, അതുപോലെ ഷോപ്പ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടാക്കി. അതുപോലെ തന്നെ
മൈഗ്രേറ്റും കൂടെ കൊടുക്കാം. മൈഗ്രേറ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഡാറ്റാബേസിൽ കയറുള്ളൂ കേട്ടോ. മൈഗ്രേറ്റും കൂടെ കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ സ്റ്റോപ്പ് ആൻഡ് റീറൺ ചെയ്യുക. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്ക് 2 ടേബിൾ കാണാൻ പറ്റും. മൈ ആപ്പ് കസ്റ്റമറും മൈ ആപ്പ് ഷോപ്പും. കസ്റ്റമർ എടുത്തിട്ട് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നെയിം ഇമെയിൽ നമ്മളവിടെ കൊടുത്ത ഫീൽഡുകൾ കാണാൻ പറ്റും. അതുപോലെ ഷോപ്പ് എടുത്താലും നെയിം ഇമെയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കസ്റ്റമർ ഷോപ്പ് എന്നുള്ളത് മെയിൻ മോഡ്യൂൾസാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, നമ്മുടെ മെയിൻ മോഡ്യൂൾസ് ആണല്ലേ. അപ്പോൾ മെയിൻ മോഡ്യൂൾസ് ആണെങ്കിൽ നമുക്കൊരു സാധനം കൂടെ, ഓരോ ഓപ്ഷനും കൂടെ കൊടുക്കാനുണ്ട്. ഫോറിൻ കീ കൊടുക്കാനുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഈ കസ്റ്റമർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമ്മുടെ ലോഗിൻ ടേബിൾ ഓത്ത് യൂസറിലേക്ക് ഡാറ്റ കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് യൂസറിന് ക്യാപ്സിൽ അടിക്കാം. US ഈക്വൽ ടു മോഡൽസ് ഡോട്ട് 1 to 1 ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. 1 to 1 ഫീൽഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ യൂസറിന് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത് എന്താണ്, ഒരു ജാങ്കോ ഡിഫാൾട്ട് യൂസറാണ്. നമ്മുടെ ഓത്ത് യൂസർ അല്ലേ, അതാണ് ഇവിടെ വരിക. ഇത് ഇവിടെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ യൂസേഴ്സിന് അവിടെ കണ്ടിരുന്ന ഈ ഒരു ഓത്ത് യൂസർ, നമ്മുടെ ജാങ്കോ ഡാഷ്ബോർഡിലൊരു യൂസേഴ്സിന് ആദ്യം ഞാൻ കാണിച്ചു തന്നായിരുന്നു, അതാണ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാനുണ്ടാവും, ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും. ജസ്റ്റ് ഇമ്പോർട്ട് ദിസ് നെയിം കൊടുക്കുക. ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം ജാങ്കോ ഡോട്ട് കോൺട്രിപ്പ് ഡോട്ട് ഓത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ മോഡൽസിൽ നിന്ന് ബിൽറ്റ് ഇൻ മോഡ്യൂളാണ് യൂസർ. ഇതിങ്ങനെ കൊടുത്തിരുന്നാൽ നമുക്ക് ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് നമുക്ക് ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓൺ ഡിലീറ്റ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് കാസ്കേഡ് എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു മൈഗ്രേഷൻ നടന്നില്ലേ, ടേബിൾസിലേക്ക് കയറിയില്ലേ, അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എന്ത് ചെയ്യണം, ഇതൊന്ന് കൊടുത്തിടണമായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടെർമിനലിൽ പോയിട്ട് ഒന്നും കൂടെ മൈഗ്രേഷൻ അടിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി അത് കൊടുത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഡിഫാൾട്ട് വാല്യൂ കയറണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഓൾറെഡി ചെയ്ത മൈഗ്രേഷൻ ഒന്ന് ഒഴിവാക്കി കളയാം. ജസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത മൈഗ്രേഷൻ ഇവിടെ മൈ ആപ്പിൽ മൈഗ്രേഷൻസിൽ പോയാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് SQL വന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ രണ്ടും ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. കാരണം ഇത് കൊടുത്തിട്ട് വേണം എപ്പോൾ വേണമെങ്കിലും നമ്മളൊന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നും കൂടെ സ്റ്റോപ്പ് ആൻഡ് റീറൺ ചെയ്യാം. അപ്പോൾ ഈ സാധനം കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, മൈഗ്രേറ്റ് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ വരുന്ന ടൈമിൽ ജസ്റ്റ് റിഫ്രഷ് ചെയ്താൽ ഓക്കെ, ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത ടൈമിൽ ആ ഒരു സാധനം ആദ്യം കൊടുക്കാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. മൈഗ്രേഷനിൽ വന്നിട്ട് നമുക്ക് മൈഗ്രേറ്റ്
നമ്മൾ ആദ്യം തന്നെ ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടി വരില്ല കേട്ടോ. ജസ്റ്റ് ഡിഫാൾട്ട് ഒന്ന് കൊടുത്ത് നോക്കുകയാണ്. മൈഗ്രേറ്റ് ആയിട്ടില്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യാം, മേക്ക് മൈഗ്രേഷൻ ഒന്നും കൂടെ കൊടുക്കാം, മൈഗ്രേറ്റ് ഒന്നും കൂടെ കൊടുക്കാം. ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം നിങ്ങൾ ഇതൊന്ന് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഇഷ്യൂ വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് മൈഗ്രേഷൻ ഫയൽ ഡിലീറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡാറ്റാബേസ് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ഒന്ന് മൈഗ്രേറ്റ് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ യൂസർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ നെയിമും ഇമെയിലും വെച്ച് മാത്രം മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തിടുക. ഇത് ചെയ്താൽ നമുക്ക് ഓക്കെ ആവും. അവിടെ നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ഇഷ്യൂ ഒന്ന് ക്ലിയർ ചെയ്യാം. തൽക്കാലം ആദ്യം ഇതുണ്ടായിരുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്തിടാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൈഗ്രേഷൻസ് ഒന്ന് കളയാം. നമുക്ക് ഡാറ്റാബേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇക്കോം ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തു, DB എന്ന് പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്തു, കോപ്പി ചെയ്തു, ഇവിടെ ഡാറ്റാബേസിൽ വന്നു, ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുത്തു, ഇവിടെ ഒന്ന് പേര് കൊടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പേരിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ജസ്റ്റ് എന്ത് ചെയ്തു, ഒന്നും കൂടെ വന്നിട്ട് നമുക്ക് മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കാം. അതൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യം ഈ ഒരു സാധനം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തിടുക. ഇവിടെ ഒന്നും കൊടുക്കണ്ട, ആദ്യം ജസ്റ്റ് മൈഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ക്രിയേറ്റ് സൂപ്പർ യൂസർ ചെയ്യാം. ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഓക്കെ, ജസ്റ്റ് എന്ത് കൊടുക്കുക, അഡ്മിൻ കൊടുക്കുക, admin@gmail.com എന്ന് പറഞ്ഞു കൊടുത്തു. admin@gmail.com എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് ADMI എന്ന് കൊടുത്തു. റിപ്പീറ്റ് പാസ്വേഡ് ADMI എന്ന് പറഞ്ഞു കൊടുത്തു. എസ് കൊടുത്തു. സൂപ്പർ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, ഇവിടെ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ലാഷ് അഡ്മിൻ നേരത്തെ നമ്മൾ അടിച്ച പോലെ അടിക്കുക. ജസ്റ്റ് അഡ്മിൻ എന്ന് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യൂസേഴ്സിൽ വന്നാൽ ഇത് കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, 2 ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, 3 ഗ്രൂപ്പ് അഡ്മിൻ. ജസ്റ്റ് എന്ത് ചെയ്യുക, അതുപോലെ ആഡ് ചെയ്യുക, കസ്റ്റമർ കൊടുക്കുക, കസ്റ്റമർ. അതുപോലെ പിന്നെ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, ഷോപ്പ്, ഷോപ്പ് എന്ന് ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് കാണാൻ പറ്റും, എല്ലാം മെയിനായിട്ടുള്ള മോഡ്യൂൾസൊക്കെ കാണാൻ പറ്റും. ഒന്ന് മിനിമൈസ് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് അൺകമൻറ്റ് ചെയ്തിടുക, ഒന്നുകൂടെ മൈഗ്രേഷൻ ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എൻഷുർ ചെയ്യുക ഈ ഒരു സാധനം എന്തായാലും കൊടുത്തിടുക. മെയിനായിട്ടുള്ള മോഡ്യൂൾസാണ് കേട്ടോ, നമ്മുടെ കസ്റ്റമറാണ് ഷോപ്പാണെന്നുള്ളതിന് ജസ്റ്റ് ഒന്ന് തരിക, കസ്റ്റമർ അതുപോലെ ഷോപ്പ്. ഓക്കെ, ജസ്റ്റ് ടെർമിനൽ വരിക, പൈത്തൺ സ്പേസ് manage.py മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കുക, മൈഗ്രേറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ വന്നാൽ ഡാറ്റാബേസിൽ വന്നാൽ ഓക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ ന്യൂ DBയിൽ വന്നിട്ടുണ്ട്. എന്താണ്, നമ്മുടെ കസ്റ്റമർ യൂസർ ID എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരണം, ഷോപ്പ് യൂസർ ID എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നാൽ നമ്മുടെ ആ ഒരു പ്രോസസ്സ് ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയായിരിക്കും നമ്മുടെ എന്തിലുണ്ടാവുക, ഒരു ജാങ്കോ പ്രൊജക്റ്റിൽ ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.